ശ്യാമ അല്പസമയത്തിനുള്ളിൽ തന്നെ വിധി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ദിലീപിനെ വക്കീൽ ഓഫീസിൽ നിന്നും ദിലീപ് ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ദിലീപിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വക്കീൽ ഓഫീസിൽ നിന്ന് ദിലീപ് ഇറങ്ങി വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതികരിക്കുമോ എന്നറിയില്ല. അഭിഭാഷകർക്കൊപ്പം ദിലീപ് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ്. ദിലീപിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതികരണമില്ല. ഏറ്റവും നിർണായകമായ വിധിയിലേക്ക് കേസിലെ 8ാം പ്രതിയായ ദിലീപ് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേസിലെ 8ാം പ്രതിയായ ദിലീപ് ഇപ്പോൾ എത്തുന്നു. ദിലീപിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രതികരിച്ചിട്ടില്ല. അഭിഭാഷകരുടെ ഓഫീസിലെത്തി ദിലീപ് കോടതിയിലേക്ക് പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കോടതിയിലെത്തി തിരികെ മടങ്ങിയ ദിലീപിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. തൃശൂർ ടെന്നീസ് ക്ലബിൽ പൾസർ സുനിക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്ന നിമിഷം മുതൽ ദിലീപിന് പതറാൻ തുടങ്ങിയിരുന്നു. അമ്മ പരിപാടിയിലെ ഗൂഢാലോചനയിലെ സാക്ഷിമൊഴികൾ, അതിൽ 28 പേർ സാക്ഷിമൊഴികൾ മാറിയെങ്കിലും അതിൽ നിലപാടിൽ ഉറച്ചു നിന്നവരുണ്ട്. പച്ചയ്ക്ക് ഈ അതിജീവിതയെ കത്തിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ദിലീപ് പറഞ്ഞത്. തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് പൾസർ സുനിയും ദിലീപും കണ്ടുമുട്ടിയത്. തൃശ്ശൂരിൽ ജോർജ് എട്ടൻ സ്ഫൂരം എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ സുനിയുമായി കണ്ടെത്തിയപ്പോൾ ലെബി സഞ്ജിത്തിനോട് ലെബി ഇപ്പോൾ ദിലീപിനെ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. അഭിഭാഷകരുടെ ഒരു വലിയ നിരയുണ്ട് ദിലീപിനോടൊപ്പം. 8.25 വർഷത്തെ നിയമ പോരാട്ടമാണ്. ദിലീപ് ഇനി ഈ വിധിക്ക് ശേഷം തിരികെ സ്വതന്ത്രനായി മടങ്ങുമോ അതല്ല ജയിലഴിക്കുള്ളിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ബാക്കി. മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ല ദിലീപ്, അല്ലേ? അഭിഭാഷകരും അതെ ഡോക്ടർ, ആരും തന്നെ പ്രതികരിച്ചില്ല. അഭിഭാഷകരാണ് മുന്നേ ഇറങ്ങിയത്. ഏതാണ്ട് 500 മീറ്റർ ഇപ്പുറത്ത് മാത്രം ഹോസ്പിറ്റൽ റോഡിനോട് ചേർന്നാണ് വക്കീൽ ഓഫീസ് ഉള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് 500 മീറ്ററേ ഉള്ളൂ കോടതിയിലേക്ക്. ഇപ്പോൾ തന്നെ കോടതിയിലേക്ക് എത്തും. തൊട്ട് മുൻപാണ് ഇവിടെ വന്ന് കയറിയത്. ആദ്യം രാമൻപിള്ളയുടെ ഓഫീസിൽ എത്തുമോ എന്ന് ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയില്ല, ഇങ്ങോട്ടാണ് കയറിയത്. ഇവിടെ വന്നതിന് ശേഷം വരുമ്പോഴും ഇറങ്ങുമ്പോഴും ആരോടും പ്രതികരിച്ചില്ല. വക്കീൽമാർ മുമ്പോട്ട്, അഭിഭാഷകരൊക്കെ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ അവരൊരാളും തന്നെ പ്രതികരിക്കാതെ നേരെ നടന്നു പോകുന്നു. അതിന് ഏറ്റവും പിന്നിലായി വന്ന ദിലീപ് ആകട്ടെ ഒരക്ഷരം പ്രതികരിച്ചില്ല. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണമുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. പക്ഷെ ഒന്നും പറയാതെ വന്ന് വണ്ടിയിലേക്ക് കയറുന്നു. ഇറങ്ങിയപ്പോൾ വണ്ടി മാറി തൊട്ടടുത്ത് വലത്ത് വശത്ത് കിടന്നൊരു വണ്ടിയിലേക്ക് കയറാൻ ശ്രമിച്ചു. വണ്ടി മാറിയെന്നറിഞ്ഞു. തിരിച്ചു വന്ന് മാധ്യമപ്രവർത്തകരുടെ ഇടയിലൂടെ വന്ന് സ്വന്തം വണ്ടിയിൽ കയറുന്നു. ഈ സമയം വരെ ഒരക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് എത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കൊടുക്കാം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി അജയകുമാർ.